ഹായ്. അപ്പോൾ നമുക്ക് നാളെ വിഷുവാണ്. അപ്പോൾ നമുക്ക് കണി വെക്കണം. പിന്നെ നമുക്ക് സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയപ്പോഴേ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ എന്താ പറയുക കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാവേ. എന്തായാലും നമുക്ക് കണി വെക്കാനൊക്കെയുള്ള വെള്ളരി വേണ്ടേ. അപ്പോൾ വെള്ളരി നമുക്ക് പറിക്കാം കേട്ടോ. അതാ വെള്ളരി നമ്മുടെ വെള്ളരിയൊക്കെ ആണെങ്കിൽ വിഷു ആകുന്നതിന് മുമ്പേ വിളവെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു നമുക്ക് വിഷു ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് വെള്ളരിക്ക കിട്ടിയാലോ അതോ നമ്മൾ മുന്നേ പറിച്ചത് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്നാലും ഇതാ മുന്നേ വിളയാത്ത വെള്ളരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്തതൊക്കെ നമുക്ക് നമ്മുടെ കണി വെക്കാനല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ പഴുത്തത് ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് പറിക്കാൻ. അപ്പോൾ മുന്നേ ഞാൻ എൻ്റെ വെള്ളരിയൊക്കെ വിളവെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള വീണ്ടും അന്നേരം എന്താ പറയണ്ടേ പച്ച ഉണ്ടായിരുന്നൊക്കെ ഇതുപോലെ പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇളവൻ, അതായത് നമ്മുടെ കുമ്പളങ്ങ ചാരം ചൂടിയ കുമ്പളങ്ങ ആക്കിയല്ലോ. പക്ഷേ ഇതിന് ചാരമൊന്നുമില്ല, ഇതിന് ഞങ്ങൾ ഇളവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓലം വെക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓലം വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇളവനും പറിച്ച്, പിന്നെ ഇതാ നമ്മുടെ പടവലും ഉണ്ട് കേട്ടോ. അങ്ങനെ പടവലും നമുക്ക് ആവശ്യത്തിന് മാത്രം, അതായത് നമുക്ക് അവിയൽ വെക്കണം, സാമ്പാർ വെക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടും പിന്നെ നമുക്ക് ഫസ്റ്റ് നമുക്ക് കണി വെക്കണം, അതിന് ശേഷമാണല്ലോ ബാക്കിയൊക്കെ. അപ്പോൾ അതും പറിച്ചിട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഏത്തക്ക ഉണ്ട്. അപ്പോൾ എനിക്കൊരു 8-10 ഏത്തക്കൊല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഇതാ കഴിഞ്ഞ ദിവസം കാറ്റും മഴയും വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു പോയേ. അതൊരു കൊലയ്ക്കകത്ത് വേറൊരു വാഴ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മുകളിലേക്കാണ് വീണത്. പക്ഷെ അത് അവിടെ തന്നെ നിന്ന്, അത് ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചെന്നാൽ അവിടെ തന്നെ നിന്നത് കുറേശ്ശെ മൂക്കട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഇതുപോലെ ഒരു പടല ഇരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കണി വെക്കാനും ബാക്കി കറികൾക്കൊക്കെ വേണമല്ലോ. അപ്പോൾ കുറേശ്ശെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് മുറ്റത്തല്ലേ കുറേശ്ശെ ആയിട്ട് നമുക്ക് കറി വെക്കാനുള്ളത് നമുക്ക് പറിച്ചെടുക്കാമല്ലോ. അതുപോലെ നമ്മുടെ കോവയ്ക്കയുണ്ട് കേട്ടോ, കോവയ്ക്കയും കണി വെക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കണി വെക്കാറുണ്ടോ? ചിലവരാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, ചിലവർ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വെക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാ ഐറ്റംസും വെക്കും കേട്ടോ. അതും നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓടി നടന്ന് എന്താ പറയുക കണി വെക്കാനാകുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറികൾ തന്നെ പറിച്ചെടുത്ത് നമ്മൾ കൊണ്ടുവച്ച് കണി കാണുന്ന ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക മനസ്സിൻ്റെ സുഖവും അതൊരു വേറെ ലെവലാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കായും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ഇഷ്ടംപോലെ, പച്ചമുളകിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ആണല്ലോ എനിക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളകും നമുക്ക് ഇങ്ങോട്ട് പറിക്കണം. ഒക്കെ നല്ല എരിവുള്ളതും ഉണ്ട്, എരിവ് കുറഞ്ഞ ടൈപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് നമ്മുടെ പച്ചമുളകും ഇങ്ങ് പറിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അടുത്ത ഐറ്റംസ് നമ്മുടെ വഴുതന ഉണ്ടോ. അപ്പോൾ വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3-4 ടൈപ്പ് വഴുതന നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പച്ചയും പറിച്ചു, വെള്ള പറിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മുടെ വയലറ്റ് വഴുതന പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെങ്ങേരി വഴുതന, നീളമുള്ള വഴുതന കേട്ടോ, വണ്ണമൊന്നുമില്ല, ഇതുപോലെ നീളത്തിലായിരിക്കും ഉണ്ടാകും കേട്ടോ. ആ ഒരു വഴുതനയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പും ഇരിക്കട്ടെ എന്ന്, ഒരു ടൈപ്പ് മാത്രം വേണ്ട, നമ്മുടെ പച്ചക്കറികളെല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും ഇങ്ങ് പറിച്ചെടുത്തു. അതുപോലെ നമ്മുടെ പയറിതാ. അപ്പോൾ പയറൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വേറെ നട്ടതാണ് കേട്ടോ. അതിപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതും നമ്മുടെ പയറും ഇങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. തോരൻ വെക്കാനൊക്കെ ആണെങ്കിലും പയറുണ്ട്, കോവയ്ക്കുണ്ട്, ഏത് വേണമെങ്കിലും പാവയ്ക്കുണ്ട്, നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും മാറി മാറി വെക്കാം. അപ്പോൾ കുറച്ച് പയറും ഇങ്ങോട്ട് പറിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതുപോലെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാം കണി വെക്കാനെടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് കറി വെക്കാൻ എടുക്കണം. ബാക്കി വേണ്ടത് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ പറിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാ കണി വെക്കാനുള്ള വൈകുന്നേരം ആയപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു. ബാക്കി ഇനിയത്തെ പരിപാടി നമ്മുടെ കണി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണനൊക്കെ ഇവിടെ റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, നമ്മുടെ വിളക്കും എടുത്ത് വെച്ചു, കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചു, ബാക്കി സെറ്റപ്പൊക്കെ ഇവിടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് മക്കളോടൊക്കെ കിടന്നിറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ഇവർക്ക് നിർബന്ധമുണ്ട്, അവർ കിടന്നതിന് ശേഷം മാത്രമേ കണി വെക്കാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ഇവിടെയൊക്കെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ് നമ്മൾ കണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെയായി, ഞങ്ങൾ 4 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു, വിളക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ കണി ഉണ്ട് കേട്ടോ. ഇനി മക്കളെ വിളിച്ചിട്ട് നമ്മുടെ കണി കാണിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷുക്കണിയും അതുപോലെ നമ്മുടെ വിഷുക്കണിക്ക് വേണ്ട നമ്മുടെ പച്ചക്കറിയുടെ വിളവെടുപ്പും ഒക്കെയാണ്. എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക് യു.